വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസ് പ്രക്രിയ ലളിതമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഒരു സംസ്ഥാനം ഒരു ലൈസൻസ് പദ്ധതി നടപ്പാക്കും. വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുകൂല അന്തരീക്ഷമൊരുക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് നിലനിൽക്കുന്ന സങ്കീർണത പരിഹരിച്ച് ഒരു സംസ്ഥാനം ഒരു ലൈസൻസ് സംവിധാനം പദ്ധതിയിലൂടെ ലൈസൻസ് പ്രക്രിയ ലളിതമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ആശ്രാമം ശ്രീനാരായണ ഗുരു സമുച്ചയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. मेरे प्यारे प्रवासी श्रमिक भाइयों और बहनों, केरल में आप सबको दिल से स्वागत करते हैं। आप सिर्फ हमारा अतिथि नहीं है बल्कि केरल के विकास के साथी है। आपकी सुरक्षा, आपका सम्मान और आपका कल्याण हमारी सरकार की सर्वोच्च प्राथमिकता है। आज 100 दिवसीय कार्यक्रम के अंतर्गत सुरक्षित कार्यस्थल और उद्योग अनुकूल वातावरण बनाने के लिए हम 3 महत्वपूर्ण योजनाओं की शुरुआत कर रहे हैं। हर दिन सुरक्षित योजना के माध्यम से प्रवासी श्रमिकों को हिंदी में सुरक्षा प्रशिक्षण दिया जाएगा और इससे सुरक्षा जागरूकता बढ़ेगी और दुर्घटना में कमी आएगी। രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് വ്യവസായ സൗഹൃദ ലൈസൻസിംഗ് ആണ്. തൊഴിലാളികളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അനാവശ്യ പെർമിറ്റ് റിവിഷൻ ഒഴിവാക്കി ലൈസൻസ് നടപടികൾ ലളിതമാക്കുന്നതിന് വേണ്ടി വോളണ്ടറി ആയിട്ട് ലൈസൻസ് എടുക്കുന്നത് അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൺരജിസ്റ്റേർഡ് ഫാക്ടറികളുടെ സ്വമേധയാ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും ഈ ബോധവൽക്കരണം അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അടക്കം ഇത്തരത്തിലുള്ള കൂടുതൽ സംവിധാനങ്ങളിലൂടെ ഫാക്ടറികളെ രജിസ്ട്രേഷന്റെയും ലൈസൻസിന്റെയും ഭാഗമാക്കുവാൻ സർക്കാർ ലളിതമായ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. വ്യവസായ യൂണിറ്റുകളുടെയും തൊഴിലാളികളുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായ പദ്ധതികളാകും നടപ്പാക്കുക. വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുകൂല അന്തരീക്ഷമൊരുക്കി കൂടുതൽ തൊഴിലവസരങ്ങളും ഉറപ്പാക്കും. വ്യവസായ രജിസ്ട്രേഷൻ ഓൺലൈനാക്കും. നിർമ്മാണ മേഖലയുടെ നട്ടെല്ലായ അതിഥി തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കാൻ ഭവനക്ഷേമ പദ്ധതികളും ഉണ്ടാകും. 500-ലധികം പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിലൂടെ ജനസമക്ഷത്തെത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ അവബോധം ഹിന്ദിയിലൂടെ നൽകുന്ന ഹർദിൻ സുരക്ഷിത് പദ്ധതി, ചെറുകിട സംരംഭങ്ങൾക്ക് വേഗത്തിൽ ലൈസൻസ് ലഭ്യമാക്കുന്ന വ്യവസായ സൗഹൃദ ലൈസൻസിംഗ്, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഫാക്ടറികളെ ബോധവൽക്കരണത്തിലൂടെയും ലളിതമായ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയും ഔദ്യോഗികമായി രജിസ്ട്രേഷൻ പരിധിയിൽ കൊണ്ടുവരുന്ന പദ്ധതി എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിഥി തൊഴിലാളികൾക്കുള്ള ടീഷർട്ട്, തൊപ്പി എന്നിവയുടെ വിതരണവും നിർവഹിച്ചു. കൊല്ലം മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കുരുവിള ജോസഫ്, R സൂരജ് കൃഷ്ണൻ, ജോയിന്റ് ഡയറക്ടർ TK ഷാബുജാൻ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഫാക്ടറി തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.